ഈ സമയത്ത് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് ആക്രമണം രൂക്ഷമാക്കും എന്ന് ഇസ്രായേൽ പ്രസിഡന്റ് ബെന്യാമിൻ നെതന്യാഹു പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആക്രമണം രൂക്ഷമാക്കും. ദീർഘമായ ഒരു ആക്രമണത്തിന് സൈന്യം സജ്ജമായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ സൈന്യത്തിന് കനത്ത ആക്രമണത്തിന് നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ബെന്യാമിൻ നെതന്യാഹുവിന്റെ വാക്കുകളായി വരുന്നത്. വരും ദിവസങ്ങളിൽ യുദ്ധം വ്യാപിപ്പിക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞിരിക്കുന്നത്. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് അല്പസമയത്തിനകം തന്നെ വരാൻ സാധിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ വ്യോമാക്രമണം തുടരുകയും ചെയ്യുന്നത്. UAE-യിൽ പ്രത്യേകിച്ച് ഇറാന്റെ വ്യോമാക്രമണം തുടരുകയാണ്. ആക്രമണത്തിൽ 3 മരണമായി. ഇപ്പോൾ മരണം റിപ്പോർട്ട് ചെയ്തത് 3 പേരായി. ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ തെറിച്ച് പലർക്കും പരിക്കേറ്റ ഒരു സാഹചര്യം കൂടി അവിടെയുണ്ട്. വ്യോമപാത അടച്ചതിനെ തുടർന്ന് വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരുടെ താമസച്ചെലവ് വഹിക്കുമെന്ന് UAE ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുണ്ട്. സുരക്ഷാ മുൻകരുതലിന്റെ ഭാഗമായി ദുബായ് ഗ്ലോബൽ വില്ലേജ് ഇന്ന് തുറക്കില്ല എന്നുള്ള ഒരു വാർത്ത കൂടി ദുബായിൽ നിന്ന് റിപ്പോർട്ടായി വരുന്നു. ഷിനോജ് ഷംസുദ്ദീൻ ചേരുകയാണ് വിവരങ്ങളുമായി. ഷിനോജ്, അവിടെ മരണം 3 ആയി എന്നുള്ളത് ആശങ്കപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. അതോടൊപ്പം തന്നെയാണ് പരിക്കേറ്റവരുടെ എണ്ണത്തിൽ ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു അറിയിപ്പ് ഇതുവരെ വന്നിട്ടുണ്ടോ? വ്യോമപാത അടച്ചു, അതിന് പിന്നാലെ വിമാനത്താവളത്തിൽ കുടുങ്ങിയ യാത്രക്കാരുണ്ടല്ലോ, അവരുടെ താമസ ചെലവ് വഹിക്കുമെന്ന് UAE ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. അതൊരാശ്വാസം. അതിനപ്പുറത്തേക്ക് ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ദുബൈയിൽ നിന്നുള്ള ഏതെങ്കിലും തരത്തിൽ പിന്നീട് ആക്രമണത്തിന്റെ ശബ്ദമോ ഡ്രോണുകളെ പ്രതിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ശബ്ദങ്ങളോ പ്രശ്നങ്ങളോ ഇപ്പോൾ അവിടെ കാണാൻ സാധിക്കുന്നുണ്ടോ? മഹേഷ്, ഇപ്പോൾ നമുക്ക് നൽകാൻ കഴിയുന്ന സുപ്രധാനമായ ഒരു വിവരം, അബുദാബിയിലെ അൽസലാം നേവൽ ബേസ് ഇറാൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അവിടേക്ക് 2 ഡ്രോണുകൾ എത്തുകയും ആക്രമണം നടത്തുകയും ചെയ്തതായി UAE പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അവിടെ നിർത്തിയിട്ടിരുന്ന വെയർഹൌസുകളിൽ സൂക്ഷിച്ചിരുന്ന 2 കണ്ടെയ്നറുകൾക്ക് തീപിടിച്ചതായും പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട്. അതിന് മറുപടിയായി ഇറാനെ ആക്രമിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊരു പ്രഖ്യാപനവും ഈ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ഈ ആക്രമണത്തിൽ ആളപായമില്ല, പക്ഷേ ഒരു നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ നേരത്തെ ഈ വളരെ സുപ്രധാനമായ ഒരു നേവൽ ബേസ് ആണ് ഇത്. അവിടെ കപ്പലുകൾ എത്തുന്നതും അതേപോലെ തന്നെ കണ്ടെയ്നറുകൾ സൂക്ഷിക്കുന്നതും വളരെ സുപ്രധാനമായ ഒരു നാവിക പാതയുമായി കണക്കാക്കുന്ന ഒരു മേഖലയാണ് ഈ അൽസലാം നേവൽ ബേസ്. അവിടെയാണ് ഇപ്പോൾ ഇറാന്റെ ഡ്രോണുകളെത്തി ആക്രമണം നടത്തിയതായി പറയുന്നത്. ഈ ആക്രമണത്തെ തങ്ങളുടെ പരമാധികാരത്തിന് നേരെയുള്ള കടന്നുകയറ്റമായി UAE കാണുന്നുണ്ട്, അതിനെ അപലപിച്ചിട്ടുമുണ്ട്. അതോടൊപ്പമാണ് ഇപ്പോൾ മരണസംഖ്യ UAE പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ 2 ദിവസത്തെ ഇറാൻ ആക്രമണത്തിൽ 3 പേർ മരിച്ചതായാണ് സ്ഥിരീകരിക്കുന്നത്. ആദ്യത്തെ ദിവസം ഒരു പാകിസ്ഥാൻ സ്വദേശിയാണ് കൊല്ലപ്പെട്ടത്. മറ്റ് 2 പേർ ഒരു ബംഗ്ലാദേശ് സ്വദേശിയും മറ്റൊരാൾ നേപ്പാൾ സ്വദേശിയുമാണെന്ന് സ്ഥിരീകരിക്കുന്നു. അതോടൊപ്പം ഇന്ത്യക്കാരനടക്കം 58 പേർക്ക് ഈ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. ഈ പരിക്കുകളൊന്നും സാരമുള്ളതല്ല. ഇതിൽ ഇന്ത്യക്കാരുണ്ട്, UAE സ്വദേശികളുണ്ട്, അതേപോലെ എത്യോപ്യ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരും ഈ പരിക്കേറ്റ 58 പേരിൽ ഉൾപ്പെടും എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഇങ്ങനൊരു സുരക്ഷയ്ക്ക് ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് അടുത്ത ദിവസങ്ങളിൽ ഈ മാർച്ച് 3 വരെ UAE-യിലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്ക് വീട്ടിലിരുന്ന് ജോലി ചെയ്യാൻ അനുമതി നൽകണമെന്ന് UAE തൊഴിൽ മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം വന്ന ഒരു ആശ്വാസ വാർത്തയാണ്, ഇവിടെ വിമാനത്താവളങ്ങളിൽ നിരവധി 100 യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. അവരുടെ താമസം, ഭക്ഷണം തുടങ്ങിയ ചെലവുകൾ UAE തന്നെ വഹിക്കും എന്നറിയിച്ചിട്ടുണ്ട്. അതിന് ഏവിയേഷൻ അതോറിറ്റി അതിനുള്ള നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ടൂറിസം അതോറിറ്റികളുമായി ചേർന്ന് ഹോട്ടലുകളിൽ അവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നത്ര ദിവസം അവർക്ക് താമസിക്കാനുള്ള സൗകര്യമൊരുക്കുന്നതിനുള്ള സംവിധാനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. ഇന്നും വൈകുന്നേരവും
പല ഭാഗങ്ങളിലും സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. അബുദാബിയുടെയും അതേപോലെ തന്നെ ദുബൈയുടെയും പല ഭാഗങ്ങളിൽ നിന്നും സ്ഫോടന ശബ്ദം കേട്ടിരുന്നു. മന്ത്രാലയം പുറത്തുവിടുന്ന കണക്കനുസരിച്ച് 165 ബാലിസ്റ്റിക് മിസൈലുകളാണ് കഴിഞ്ഞ 2 ദിവസത്തിനടുക്ക് ഇറാനിൽ നിന്ന് UAE-യിലേക്ക് എത്തിയിട്ടുള്ളത്. അതിൽ 2 ക്രൂയിസ് മിസൈലുകളുമുണ്ട്. 541 ഡ്രോണുകൾ ഉപയോഗിച്ചും ആക്രമണം ഉണ്ടായിരുന്നു. ഇതിൽ ഇന്ന് മാത്രം 21 ഡ്രോണുകൾ സിവിലിയൻ കേന്ദ്രങ്ങളിൽ പതിച്ചിട്ടുണ്ട് എന്നാണ് പ്രതിരോധ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നത്. ഷിനോജ് ഷംസുദ്ദീൻ തുടരണം.